ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയൊരു മൈൻക്രാഫ്റ്റ് സീരീസാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സീരീസ് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ സീരീസ് നമ്മൾ സ്പ്രൂസ് വുഡ് കളക്ട് ചെയ്യാൻ പോയതാണ്. സ്പ്രൂസ് വുഡ് കളക്ട് ചെയ്യാൻ പോയ നമ്മുടെ ക്യാരക്ടർ തിരിച്ച് വീട്ടിലേക്ക് എത്തിയില്ല. അവിടെ തന്നെ കുഴിയിൽ വീണ് മരിച്ചുപോയി. അപ്പോൾ അതൊരു ഹാർഡ് കോർ സീരീസ് ആയതുകൊണ്ട് നമുക്ക് മരിച്ചാൽ റീസ്പോൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു സീരീസ് അവിടെ വെച്ച് നിർത്തേണ്ട വന്നു. ആ ഒരു സീരീസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാണ് നമ്മൾ എന്തായിട്ടും ഒരു ബെഡ്റോക്ക് എഡിഷനിൽ ഒരു സീരീസ് തുടങ്ങി. അപ്പോൾ ആ ഒരു സീരീസ് നമുക്ക് ഫുള്ളായിട്ട് തീർക്കണം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിന്നെ ഒരു സീരീസ് ബെഡ്റോക്ക് എഡിഷനിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിലാണ്. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസിലാണ് നമുക്ക് അധികം പേടിക്കണ്ടല്ലോ, മോബ്സിന്റെ കയ്യിൽ ചാവുന്നതും പിന്നെ എവിടെയെങ്കിലും വീണ് മരിച്ചാൽ നമ്മൾ റീസ്പോൺ ചെയ്ത് വന്നോളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സീരീസ് ലെറ്റ്സ് പ്ലേ സീരീസിൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ കളിക്കുന്ന വേർഷൻ എന്ന് പറയുമ്പോൾ ഈ ഇടയ്ക്ക് പുതിയതായിട്ട് മൈൻക്രാഫ്റ്റിൽ അപ്ഡേറ്റ് വന്ന സ്പ്രിംഗ് ടു ലൈഫ് എന്ന് പറയുന്ന അപ്ഡേറ്റിലാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ ആ അപ്ഡേറ്റിന്റെ കുറെ ഫീച്ചേഴ്സും പിന്നെ മോബ്സും അതൊക്കെ നമുക്ക് എന്തായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ ഗോൾഡിന്റെ കാര്യം പറഞ്ഞാൽ ഇതൊരു റാൻഡം സീഡാണ്. ഈ ഒരു ഗോൾഡിനെ കുറെ നേരം ഇങ്ങനെ ഗോൾഡ് ക്രിയേറ്റ് ചെയ്ത് കുറെ നേരം നോക്കിയപ്പോൾ കിട്ടിയൊരു ഗോൾഡാണ്. ഇതൊരു റാൻഡം സീഡാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ കളിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സീഡ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം. എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കളിച്ച് കൊണ്ടുപോകാം. ബിൽഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെയിം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ സീഡ് എന്തായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പം ഇനി കൂടുതൽ സമയം ഒന്ന് കളയാതെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ തുടങ്ങി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴത്തേക്ക് കുറച്ച് വുഡ് മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് ബേസിക് ആയിട്ടുള്ള ടൂൾസൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതുകൂടി ഒന്ന് ഞാൻ ചെയ്യട്ടെ. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോട്ടെ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡത്തെ ഗോൾസ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കണം. ഗോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് എപ്പിസോഡിന്റെ ലെന്തൊക്കെ കുറച്ചിട്ട് ചെറിയ ഗോൾസ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്ത് പോവാം. അതാണെങ്കിൽ കുറച്ച് മെല്ലെ തന്നെ നമുക്ക് സീരീസും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡത്തെ ഗോൾസ് ഒക്കെ എന്താന്ന് വെച്ചാൽ, ഇപ്പോഴത്തേക്ക് ഒരു സ്റ്റാർട്ടർ ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. എന്തായിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സ്റ്റാർട്ടർ ബേസ് ബിൽഡ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു ഷെഡ് പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് ഒരു അയൺ ആർമർ ക്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വേൾഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും, ഫുള്ള് മലേൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ മലേൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയണൊക്കെ മൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഗോൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഫാം തുടങ്ങണം. അപ്പോൾ അതൊരു വീറ്റ് ഫാമോ അനിമൽ ഫാമോ അല്ലെങ്കിൽ ചെറിയൊരു ഫാം ഇപ്പോഴത്തേക്ക് തുടങ്ങണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡത്തെ ഗോൾസും. പിന്നെ ഞാൻ പെട്ടെന്ന് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ടൂൾസൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ബേസിക് ടൂൾസൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഷവൾ വെച്ചിട്ട് ബാക്കിയെല്ലാം ടൂൾസ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോഡും പിക്കാക്സും പിന്നെ ആക്സൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സ്റ്റാർട്ടർ ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. എന്തായിട്ട് നമ്മൾ സ്പോൺ ചെയ്തത് പറയുമ്പോൾ ആ ഒരു മലേൻ്റെ മുകളിലാണ്. ഇപ്പോൾ സ്പോണിൻ്റെ അധികം അടുത്തായിട്ട് നമുക്ക് സ്റ്റാർട്ടർ ബേസ് ബിൽഡ് ചെയ്യേണ്ട, എന്നാലും ഇതൊരു പറ്റിയൊരു സ്ഥലമാട്ടോ നമുക്ക് സ്റ്റാർട്ടർ ബേസ് ബിൽഡ് ചെയ്യാൻ. ഇനി നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വന്ന് ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാം. ഇനി ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് പോയി നോക്കാം. അവിടെ നമുക്ക് നല്ല സ്ഥലം കിട്ടുകയാണെങ്കിൽ നോക്കാമല്ലോ, അവിടെ തന്നെ ബിൽഡ് ചെയ്യാം. പിന്നെ ഈ ഒരു സീഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതൊരു സെറ്റപ്പ് സീഡാട്ടോ നമുക്ക് കിട്ടിയത്. ഈ പ്രാവശ്യം ചുറ്റിനും മലകളോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൂരെ തന്നെ ഒരു വില്ലേജും കണ്ട്. സ്പോണിൻ്റെ അധികം ദൂരമൊന്നുമില്ല, ഒരു വില്ലേജ് അവിടെ കണ്ട. ആ വില്ലേജിലായിട്ട് നമുക്ക് പോയി നോക്കട്ടെ, എന്തൊക്കെയാണ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. അവിടെ നിന്ന് നമുക്ക് ഒരു ബ്ലാക്ക് സ്മിത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ ഡയമണ്ട് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായിട്ട് നമുക്ക് നോക്കാം. അവിടെ തന്നെ ഒരു റൂയിൻ പോർട്ടലുണ്ട്, പോയി നോക്കാം നമുക്ക്. അല്ല എൻചാൻമെൻറ്റ് ആപ്പിൾ എന്തെങ്കിലും കിട്ടിയാലോ. തന്നെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ട്, പിന്നെ ഒരു ചെസ്റ്റും ഉണ്ട്. ചെസ്റ്റ് ഓർമ്മ നോക്കാം. ചെസ്റ്റിൽ അത്ര നല്ല സാധനങ്ങളൊന്നുമില്ല, ആകെ ഒരു ഒബ്സിഡിയനും പിന്നെ ഒരു 19 എണ്ണക്കെട്ടും പിന്നെ ഒരു ലോഡ് സ്റ്റോണും. പിന്നെ അത്യാവശ്യം വലിയൊരു വില്ലേജാണെന്ന് തോന്നുന്നു. വില്ലേജ് അത്ര വീടൊന്നുമില്ല, എന്നാലും ഹ്യൂമാൻ്റെ അടുത്ത് പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവുക. ഇനി ആ വില്ലേജിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെ കിട്ടിയാന്ന്.
നമുക്ക് ഈ വില്ലേജിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്തോട്ടാ. ഒരു 24 ബുക്കും പിന്നെ ഒരു 30 വീറ്റ് സീഡും പിന്നെ കുറച്ച് ഹേബേലും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അയൺ ഇവിടെ ഉണ്ടായിരുന്നു, അത് ഞാൻ മൈൻ ചെയ്ത് എടുത്തതാണ്. പിന്നെ ഒരു 31 പൊട്ടാറ്റോ പിന്നെ ഒരു 41 ബ്രെഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ലൂട്ടാണ് ഈ ഒരു വില്ലേജിൽ നിന്ന് കിട്ടിയത്. ഇനി ഇവിടെ കുറേ കോളും അയലിൻകട്ടൊക്കെ അതിൻ്റെ വെയിനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മൈൻ ചെയ്തെടുക്കാം. നോക്കിയിട്ട് ഇവിടെ ഒരു നമുക്ക് സ്റ്റാർട്ടർ ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അത്ര ഫ്ലാറ്റ് ഒന്നുമല്ല, നമുക്കൊരു മൗണ്ടൻ ബേസ് പോലെയൊക്കെ ഒരു സെറ്റപ്പ് ചെയ്യാം ഇവിടെ ബിൽഡ് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ അങ്ങോട്ട് സ്പോളിലായിട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വരും. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ റിസോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായിട്ട് വില്ലേജസിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് വില്ലേജ് അടുത്ത് തന്നെ ഉണ്ട്. ഇവിടെ ബേസ് ബിൽഡ് ചെയ്യാൻ നമ്മുടെ ബേസിന്റെ അടുത്തായിട്ട് തന്നെ വില്ലേജും ഉണ്ട്. മാറി ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിലും കുഴപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഒരു ബേസ് ബിൽഡ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഗോളായ ഒരു സ്റ്റാർട്ടർ ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഗോളിലേക്ക് പോകണം. ഒരു അയൺ ആർമറാണ് ഉണ്ടാക്കണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ഗോളായിരുന്നു. അപ്പോൾ അയൺ ആർമർ ഉണ്ടാക്കാനുള്ള അയൺ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് അയനും പിന്നെ കോളൊക്കെ മൈൻ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. 21 അയനും ഉണ്ട്, പിന്നെ ഒരു 19 നഗറ്റും ഉണ്ട്. ഇത് എത്ര അയനും കേട്ട് ഉണ്ടാവും നോക്കട്ടെ. ഒരു 2 അയനും കേട്ടുണ്ട്. അപ്പോൾ ഫുൾ അയൺ ആർമറിനുള്ള അയൻ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ അടുത്ത്. ഇതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്ത് നോക്കട്ടെ എന്തായിട്ട്. അയനൊക്കെ ഒന്ന് സ്മെൽറ്റ് ആവട്ടെ. എന്താ ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു ബേസ് പോലെ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. അതിന് ചെയ്യണം ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ ഷെഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്ര കാണാൻ അത്ര ഭംഗിയൊന്നുമില്ലെങ്കിലും ഇപ്പോഴത്തേക്ക് ഇത് മതിയും തോന്നുന്നു. പിന്നെ അടുത്തുള്ള നമുക്ക് നല്ലൊരു ബേസ് സെറ്റപ്പ് ചെയ്യാം. പക്ഷെ ഇവിടുന്ന് നമുക്ക് നല്ലൊരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് മുകളിൽ കാണുന്ന ഒരു വില്ലേജസിന്റെ വീട്ടിൽ നമ്മൾ പോയില്ല. അതിൻ്റെ ഉള്ളിൽ ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് എടുത്തുകൊണ്ട് വരാം നമുക്ക് എന്തായിട്ടും. അവിടെ തന്നെ സ്പ്രൂസ് ബയോം ഉണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെങ്കിലോ സ്പ്രൂസ് വുഡ് ഇനി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ സ്പ്രൂസ് വുഡും ഉണ്ട്. പിന്നെ ഈ ഒരു മലേൻ്റെ മുകളിൽ ഇഷ്ടംപോലെ ഓറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതും കൂടി മൈൻ ചെയ്ത് കൊണ്ടുവരണം. ഈ അയനൊന്ന് സ്മെൽറ്റ് ആവട്ടെ. അങ്ങനെ നമ്മുടെ അയനോറൊക്കെ സ്മെൽറ്റ് ആയിട്ടുണ്ട്. 23 അയനേ ഉള്ളൂ. നമുക്ക് കുറച്ചുകൂടി അയന ആവശ്യം വരും തോന്നുന്നു. ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. കിട്ടുന്ന ഒരു ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട്സ്. ഫുൾ അയൺ ആർമറിനുള്ള അയന് തികഞ്ഞില്ല. പറ്റിയൊരു അയൻ്റെ കുറവേ ഉള്ളൂ. ഒരു 6 അയന എൻ്റെ അടുത്ത് ഉണ്ട് എന്താട്ടോ. പിന്നെ ആ ഒരു മലേൻ്റെ മുകളിൽ കുറേ അയന ഉണ്ടല്ലോ. പക്ഷേ കോളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാം നമുക്ക്. അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ടൂൾസും അയൺ ടൂൾസിലായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമല്ലോ. ഇപ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചെസ്റ്റിൽ വെച്ചിട്ട് ആ ഒരു ബാക്കിയുള്ള അയനും കൂടിയും മൈൻ ചെയ്ത് കൊണ്ടുവരാം. ബാക്കിയായിട്ടുള്ള അയന് ഞാൻ മൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റാക്കിൻ്റെ അടുത്ത് അയനും പിന്നെ ഒരു 6 അയനും പിന്നെ ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് കോളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പുറത്ത് ആ കാണുന്ന വീടിൻ്റെ മുകളിൽ നിന്ന് പോയിട്ട് ഈ ഒരു ബ്ലാസ്റ്റ് ഫർണസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര അയന് ഞാൻ ഇവിടെ നിന്ന് മൈൻ ചെയ്തത്. അപ്പോൾ ആ മലേൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ റിസോഴ്സ് ഇനിയുണ്ട് കേട്ടോ അവിടെ അയന് മൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള അയന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അയനൊന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പാൻറ്റും പിന്നെ ഒരു ബൂട്ട്സും ഉണ്ടാക്കാം. ഈ ബ്ലാസ്റ്റ് ഫർണസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അയനൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അയനൊക്കെ ഒന്ന് സ്മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള അയന് സ്മെൽറ്റ് ആയിട്ടുണ്ട്. 20 അയന് സ്മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 43 അയന് സ്മെൽറ്റ് ആവാനുണ്ട്. ഇനി ഇവിടെ ഒരു 6 അയന് കൂടി സ്മെൽറ്റ്. അപ്പോൾ 26 അയനുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇട്ട് പോയാൽ നമ്മൾ പാൻറ് ഉണ്ടാക്കാം. ബൂട്ട്സ് എൻ്റെ അടുത്ത് നേരത്തെ തന്നെ ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അത് കണ്ടില്ല. പിന്നെ നമുക്ക് ഫുൾ സെറ്റ് അയൺ ടൂൾസ് ഉണ്ടാക്കണം. ഫസ്റ്റ് ഒരു പിക്കാക്സ്, പിന്നെ ഒരു ഷോഡ്, പിന്നെ ഒരു ആക്സ്, ഒരു ഷവർ
ഹോലും കൂടി ഉണ്ടാക്കാം. ഹോ നമുക്ക് ഉണ്ടാക്കാം. ഒരു ഹോ കൂടി ഉണ്ടാക്കാം എന്തായിട്ടും. അപ്പം നമ്മുടെ ലെറ്റ് പ്ലേ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ ഫുൾ അയൺ ആർമർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫുൾ അയൺ ടൂളും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗോളായിട്ടുള്ള ഒരു അയൺ ആർമർ ഉണ്ടാക്കുന്നത്, ഫുൾ ടൂൾസ് ഉണ്ടാക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഗോളായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റാർട്ടർ ഫാം തുടങ്ങണം. അപ്പോൾ അത് നമുക്ക് തുടങ്ങണം. അതിന് മുമ്പ് എനിക്കൊരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഇവിടെ ഉണ്ടാക്കണം. ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നമുക്കൊരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യണം. 2 ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യുക. ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 ബക്കറ്റ് വെള്ളം നമുക്ക് എന്തായിട്ട് വേണം. പിന്നെ ഒരു 2 ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യുക. ഇനി അവിടെ നിന്ന് പോയിട്ട് നമുക്ക് വെള്ളം എടുത്തിട്ട് വരാം. അപ്പോൾ 2 ബക്കറ്റ് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസിൻ്റെ അടുത്ത് പോവാം. ബേസ് നമ്മുടെ അവിടെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഫാം തുടങ്ങാം. ഫസ്റ്റ് ഏരിയ ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യാം. നമ്മുടെ ഏരിയ ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കളക്ട് ചെയ്ത് നമ്മളെ വീറ്റ് സീഡും ഉണ്ടോ എടുത്തോണ്ട് വീറ്റും ഉണ്ട്. പിന്നെ പൊട്ടാറ്റോ സീഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് വീറ്റ് സീഡ് നടാം. അപ്പോൾ വീറ്റും പൊട്ടാറ്റോ 2 നടാം കേട്ടോ. 35 വീറ്റ് സീഡും ഉണ്ട്. പിന്നെ ഒരു 31 പൊട്ടാറ്റോ സീഡും ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഒരു 4 ബ്ലോക്ക് ഡിഗ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് ബക്കറ്റ് വെള്ളം, പിന്നെ അടുത്തൊരു സൈഡ് ബക്കറ്റ് വെള്ളം ഇട്ട് നമുക്ക് ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ആയിട്ടോ. ഇനി നമുക്ക് ചെറിയ കുഴിയൊക്കെ ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പോയി ചെയ്യുമ്പോൾ വാട്ടർ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് ഇനി നമ്മൾ ഡിഗ് ചെയ്ത പേരൊക്കെ കൊണ്ട് വെച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ ഏരിയയൊക്കെ ഒന്ന് ഈ ഹോവയ്ക്ക് നമുക്ക് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ ശീലമാണ്. അപ്പോൾ ഇതൊന്നും ചെയ്യാത്ത. അപ്പോൾ നമുക്കിനി സീഡ് നടാനുള്ള ഏരിയ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇട്ടുണ്ടാകുന്ന സീഡൊക്കെ നമുക്ക് ഇവിടെ നട്ടു കൊടുക്കാം. പക്ഷേ നമുക്ക് പൊട്ടാറ്റോസ് നടാം. പൊട്ടാറ്റോ സീഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈറ്റ് സീഡും കൂടി നട്ടു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ ഫാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഗോളായ സ്റ്റാർട്ടർ ഫാം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ബിൽഡല്ല പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ബേസിലോട്ട് പോവാം, തിരിച്ചു പോവാം. അപ്പോൾ ഇപ്പോഴത്തേക്ക് നമ്മുടെ ബേസ് ഇതാട്ടോ. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു നല്ലൊരു സ്റ്റാർട്ടർ ബേസ് ബിൽഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ എല്ലാവരും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.